അഹമ്മദ്, ഈ 2-3 തെരഞ്ഞെടുപ്പ് പോളുകൾ, അഭിപ്രായ സർവേകൾ വന്നിട്ടുണ്ട്. ആ സർവേകളിൽ 2 കണിശമായിട്ടും പറയുന്നുണ്ട് കേരളത്തിലെ LDFന് ഇത്തവണ ഒരു സീറ്റും കിട്ടില്ല, സംഭൂജ്യരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ മുസ്ലിം പ്രീണനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി ആവശ്യമില്ലാതെയോ ആവശ്യമുണ്ടായിട്ടോ ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? മലബാറിൽ ഈ പറയുന്നത് ശരിയായിരിക്കുമോ? സംഭവിച്ചാൽ അത്ഭുതമൊന്നുമില്ല സാർ. അത്രയേറെ ആൻറ്റി ഇൻകംബൻസി, ഈ പറഞ്ഞ ഭരണവിരുദ്ധ തരംഗം ജനങ്ങളുടെ മനസ്സിൽ വ്യാപകമായിട്ടുണ്ട്, ആഴത്തിലുണ്ട്. അത് വസ്തുതയാണ്. അതിനെ മറികടക്കാനുള്ള വലിയ വലിയ കൊട്ടും കൊരവയും ഘോഷവും ഒക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇടതുമുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഇലക്ഷൻ പുറത്ത് നടക്കുന്നുണ്ട്. വലിയ ആസൂത്രണമുണ്ട്. കിട്ടാവുന്നതിൽ ലഭ്യമായതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ മരണ പോരാട്ടം പോലെ ഈ ഇലക്ഷൻ ഇടതുപക്ഷ മുന്നണി എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ജീവൻ മരണ പോരാട്ടമായിട്ട് അവർക്ക് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അല്ല അവരുടെ അജണ്ടയിൽ. ഇന്ത്യ അജണ്ടയിലേ ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് അവർ നേർക്കുനേരെ UDFും LDFും മത്സരമാണ്. BJP അവർ ഈ പറഞ്ഞ പോലെ തരാതരം പോലെ സുഖിപ്പിച്ചും പ്രീണിപ്പിച്ചും പ്രകോപിപ്പിച്ചുമൊക്കെ വിടുക എന്നല്ലാതെ BJP അവർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അതേസമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേ കിട്ടുന്ന മുന്നേറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ സൂചനയാണ് ആകും എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് മുൻതൂക്കം കിട്ടിയാൽ ഇപ്പോൾ അവരുടെ ഒരു പ്ലാൻ ബി അവരുടെ ഉള്ളിലുണ്ട്. പ്ലാൻ ബി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ആ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യുക. ആ പ്ലാൻ ബി മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ KN ബാലഗോപാലിൻ്റെ പ്ലാൻ ബി മാത്രമല്ല, വേറൊരെണ്ണമുണ്ട്. ഒരു പൊളിറ്റിക്കൽ പ്ലാൻ ബി ഉണ്ട്, എക്കണോമിക് പ്ലാൻ ബി മാത്രമല്ല. അപ്പോൾ ആ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയും, UDFന് ഇപ്പോൾ ഒരു വലിയ കഴിഞ്ഞ തവണ 19, അതെ, ആരിഫ് മാത്രം അതിൻ്റെ അടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ UDF പോയി കഴിഞ്ഞാൽ UDFനെ കുറിച്ച് മുസ്ലിം ലീഗിന് പ്രതീക്ഷ വരും. അത് വരുമല്ലോ. കോൺഗ്രസ്സിന് കുറെ കൂടി ആത്മവിശ്വാസം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇളകി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഒന്നുകൂടി അവിടെ ഉറക്കും. മുസ്ലിം ലീഗാണ് ഇനി അവസാനത്തെ ഒടുവിലത്തെ ഒരു പ്രതീക്ഷയായിട്ട് ഇങ്ങനെ കരുതി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ. അതെ, അഹമ്മദ് അത് പറഞ്ഞു. പക്ഷേ ഈ LDFന് 0 കോൺഗ്രസ് ലീഗും കൂടി വലിയ പെർഫോമൻസും ആണെങ്കിൽ ആ പ്ലാൻ ബി പൊളിയും. അതാണ് അവർ കാണുന്ന കാര്യം. അതുകൊണ്ട് അവരുടെ ടാർഗറ്റ് പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 50-50ആണ്. 10 സീറ്റ് പിടിക്കുക എന്നാണ്. പക്ഷേ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലല്ലേ സാറേ, ഇപ്പോൾ നമുക്കൊന്നും പറയാറായിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ മലബാറിലെ ഒരു അനക്കം നോക്കുമ്പോൾ വളരെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങൾ കുറവാണ്. ആകെ ഇപ്പോൾ സാധ്യത കാണുന്നത് എനിക്ക് ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് പറയാവുന്നൊരു കാര്യം, കാസർഗോട്ട് നല്ല ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടുത്തെ ഒന്നാമത് ഒരു താരതമ്യേന വലിയ ദുഷ്പേരൊന്നും ഉണ്ടാക്കാത്ത ഒരു സഖാവ് ബാലകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു. പിന്നെ കൊല്ലത്തുനിന്ന് ചെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പണിപ്പെട്ടുണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണല്ലോ. കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നൊരു മനസ്സ് വടക്കേ മലബാറിലെ മുസ്ലിം ലീഗിനകത്തും വർക്ക് ചെയ്യുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അത് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാൻ കോൺഗ്രസിനെ ദുർബലമാക്കണം എന്ന് ലീഗിനുണ്ടെങ്കിൽ അവർക്ക് ആ മുന്നണിയിൽ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, വലിയ തോതിൽ ആഗ്രഹമുണ്ട്. കാരണം കോൺഗ്രസിനെ മുസ്ലിം ലീഗ് മനസ്സറിഞ്ഞ് സഹായിച്ചാൽ പോലും കോൺഗ്രസ് സ്വയംകൃത അനർത്ഥം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ഗ്രൂപ്പും വഴക്കും അടിയും പിടിയും, അങ്ങനെ ഒരു കൂട്ടർ വളരെ അധികാരം നോക്കി BJPയിലേക്ക് പരസ്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ച ഇപ്പുറത്ത്. ഇനി കോൺഗ്രസ് പണിപ്പെട്ടാൽ പോലും, ഇനിയിപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇപ്പോൾ കഷ്ടപ്പെട്ട് പണിപ്പെട്ടാൽ പോലും അധികാരത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല. അധികാരമില്ലാതെ നിലനിൽക്കുന്ന രാഷ്ട്രീയ ജീവികളുടെ പേരാണല്ലോ ഈ കോൺഗ്രസ് ലീഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രശ്നം. അത് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് LDF പോയാൽ കേരളത്തിലെങ്കിലും ഒരു അധികാരത്തിന്റെ അപകർഷണമൊക്കെ കിട്ടും. അത് മാത്രമേ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. കോൺഗ്രസ്സിൽ ഇപ്പോൾ അവർക്ക് അത്രയേ ഉള്ളൂ, കേരളത്തിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക്
മുസ്ലിം ലീഗിന് ദേശീയ അജണ്ടയൊക്കെ ഇല്ലാതായിട്ട് കുറേ കാലമായില്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണൂരിൽ സുധാകരൻ തന്നെ കളത്തിലിറങ്ങിയതോടുകൂടി എനിക്ക് തോന്നുന്നു അവിടെയും UDFൻ്റെ നില അത്ര മോശമൊന്നുമല്ല. കാരണം കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് സുധാകരൻ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയത് തന്നെ, സാറിന് അറിയാം. അപ്പോൾ സുധാകരനെ ഞാൻ ആദ്യം ഒരു തവണ പോയപ്പോൾ ഞാൻ വിചാരിച്ചു സുധാകരൻ്റെ ആരോഗ്യം നില മോശമാണ്, സുധാകരൻ അതുകൊണ്ട് തന്നെ പെരുമാറുന്നതിൽ അദ്ദേഹത്തിൻ്റെ പോലും കൺട്രോളല്ലാതെ പെരുമാറുന്നുണ്ട്. അതൊക്കെയാണെങ്കിലും ഈ വയസ്സുകാലത്ത് സുധാകരനെ കൈവിട്ടുകൂടാ എന്നൊരു കടുത്ത വികാരം. സുധാകരന് ചിലപ്പോൾ BJP വോട്ടും കിട്ടും, കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന രഘുനാഥല്ലേ അവിടെ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നാലും ഇപ്പോൾ BJP വോട്ടും അതും നമ്മളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സാർ. ഞാൻ മലബാറിലെ പൊളിറ്റിക്സിൽ ഞാൻ കണ്ട ഒരു കാര്യം, BJP ഒട്ടും മുന്നേറ്റം സാധിച്ചിട്ടില്ല. ഒരു അഡ്വാൻസ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു സാധനം നമ്മളൊരു മെച്ചപ്പെടുത്തുക എന്ന് പറയും. നില മെച്ചപ്പെടുത്തി എന്ന് പറയാം. വോട്ട് ബാങ്കിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഓരോ ഇലക്ഷനിലും. നില മെച്ചപ്പെടുത്തി എന്ന് പറയാനില്ല. ഏത് മണ്ഡലത്തിലാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് മലബാറിലെ മണ്ഡലങ്ങളിൽ BJP ഒരു ഫാക്ടറല്ല. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ EP ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? EP ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ UDFന് പരിഗണിക്കുന്നേ ഇല്ല, ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. അത് 2-3 ഫാക്ടർ ഉണ്ട് സാർ. BJPയെ ചെറുക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ട് ന്യൂനപക്ഷ വോട്ട് വാങ്ങുക എന്നുള്ളതാണ് പ്രാഥമികമായ തന്ത്രം. പക്ഷേ ഒരു ഹിഡൻ അജണ്ട അതിനകത്തുണ്ട്. BJPയെ ആണ് ഞങ്ങൾ പരിഗണിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഞങ്ങളുടെ അജണ്ട എന്ന് കോൺഗ്രസിന് നേരിട്ട് മെസ്സേജ് കൊടുക്കുകയാണല്ലോ. ഒരു പക്ഷേ എന്നല്ല, നേർക്കുനേരെ ആർക്കും വായിക്കാവുന്ന നമ്മൾ പറയുന്ന ഒരു നിരീക്ഷണം, രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടല്ലോ. കേരളത്തിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത കാലത്തോളം ആര് ജയിക്കരുതേ എന്നാണ് BJP പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ ജയിച്ചു ചെല്ലരുത്. കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ. അപ്പോൾ BJPയുടെ വോട്ടുകളും ഈ ഒരു ഘട്ടത്തിൽ ഈ മലബാറിൽ അങ്ങനെ നിർണായകമാണെന്ന് പറഞ്ഞുകൂടാ. ഈ വടകരയിൽ മറ്റേ ശൈലജ ടീച്ചറോട് നിർത്തി തോൽപ്പിക്കാനാണോ CPM വെച്ചിരിക്കുന്നത്? എന്താണ് നിർത്തി തോൽപ്പിക്കാൻ? വളരെ അറിയാലോ, ഇത് ഈ ഇരുതല മൂർച്ചയുള്ള വാള ആയിട്ടാണ് കൊണ്ടുവച്ചത്. ശൈലജ ടീച്ചറോടും ശൈലജ ടീച്ചറുടെ അടിമുടി അവസാനിപ്പിക്കാനുള്ള മനസ്സ് പിണറായി വിജയൻ്റെ വാക്കുകളിലും നോട്ടത്തിലും ശരീരഭാഷയിലൊക്കെ ഉണ്ടല്ലോ. ശൈലജ ടീച്ചർ അവരുടെ ഗുഡ് ബുക്കിലല്ല, തീർച്ചയായിട്ടും പിണറായിയുടെ ഗുഡ് ബുക്കിലല്ല. അപ്പോൾ പിന്നെ കൊടുക്കാവുന്നൊരു കാര്യം എന്താ, ശൈലജ ടീച്ചറുടെ ഗുഡ് വില്ല്, അവരുടെ സൽപ്പേര് ഉപയോഗിച്ചിട്ട് പിണറായി വിജയനോട് കടുത്ത വിരോധമുള്ള, ഒരുപക്ഷെ പിണറായി വിജയനോടും ആ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിനോടുമൊക്കെ കടുത്ത വിരോധമുള്ള വടകരക്കാരുടെ വോട്ട് നേടാം. ജയിച്ചാൽ ശൈലജയെ ഇവിടുന്ന് പോയല്ലോ വടക്കോട്ട് വിടാം, കേരള പൊളിറ്റിക്സിന് വിടാം. വേറൊരു ഹിഡൻ അജണ്ട കൂടി ഉണ്ട് അത്രേ സാർ. അത് കണ്ണൂർക്കാർ സ്വകാര്യം പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. മട്ടന്നൂരിൽ P ശശിയെ നിർത്തിയിട്ട് മന്ത്രിയാക്കി കളയാം. അത് ശരിയാ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. സാർ ഇത്രയും കാലത്ത് സൂക്ഷ്മമായിട്ട് പൊളിറ്റിക്സ് കാണുന്ന ഒരാളല്ലേ. അപ്പോൾ എത്ര മൂർച്ചയുള്ള സംഗതി. ഇനി ശൈലജ അവിടെ തോറ്റു, ഇപ്പം എന്തായി? ശൈലജ വലിയ ജനസ്വാധീനമുള്ള ആളാന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത്. എവിടെ ജനസ്വാധീനം എന്ന് ചോദിക്കാം. ആ സ്വാധീനം ഇല്ലാതാക്കിയത് ഇവരാണ്, ശൈലജയെ ഇല്ലാതാക്കിയത് ഇവരാണ്. പിണറായി വിജയന്റെ P ജയരാജനെ അവിടെ നിർത്തിയാണ് തോൽപ്പിച്ചത്. P ജയരാജനെ നിർത്തി തോൽപ്പിച്ചതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് നടപ്പാക്കാനുള്ള ഒരു സ്ഥലമാണ് അവരുടെ അജണ്ട, അവരുടെ ഹിഡൻ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി വടകര മാറിയിട്ട് കുറേ കാലമായി. പക്ഷെ ശൈലജ ടീച്ചർ വന്ന സമയത്ത് അവിടെ ഒരു ഇളക്കം ഞാൻ കണ്ടിരുന്നു. ഷാഫി വന്നതോടെ മാറിയത്. അതാണ് മറ്റൊരു തരംഗം. വരവിൽ തന്നെ ഒരുപാട് ആൾക്കൂട്ടം, വലിയ മാറ്റം വന്നു. അത് മാത്രമല്ല ഷാഫി ഉണ്ട്. അപ്പോൾ ശൈലജ വന്നത് ഒരു ക്ലീൻ ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇവൻ വന്നത് ഒരു യൂത്ത് ഇമേജുമായിട്ടാണ് വലിയ തോതിൽ. വേറൊരു ഫാക്ടറും ഉണ്ടല്ലോ, കാരണം ഈ മുസ്ലിം പ്രീണനം കൊണ്ട് വടകരയിലൊക്കെ കിട്ടും എന്ന് വിചാരിച്ച മുസ്ലിം വോട്ട്സൊക്കെ ഷാഫി കൊണ്ടുപോകും. തീർച്ചയായിട്ടും കൊണ്ടുപോകും. പിന്നെ മാത്രമല്ല BJPയെ ചെറുക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം വോട്ട് വാങ്ങുമ്പോൾ അതിപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് കൊടുത്താലും ഇടതുപക്ഷത്തിന് കൊടുത്താലും കണക്കല്ലേ. ഈ മുരളീധരനായിരുന്നോ ഷാഫി പറമ്പിലാണോ മെച്ചപ്പെട്ട കാൻഡിഡേറ്റ്? എവിടെ? വടകരയിൽ യാതൊരു സംശയവുമില്ല. ഷാഫി പറമ്പിലിന് എന്തൊക്കെ പറഞ്ഞാലും മുരളീധരനുള്ള യാതൊരു നെഗറ്റീവ് വോട്ടും ഇല്ലല്ലോ. അതില്ല. മുരളീധരൻ ഇഷ്ടം പോലെ ഉണ്ട് സാർ. മുരളീധരൻ എവിടെ നിന്ന് ഒരു കൊല്ലം നിൽക്കുമ്പോൾ മുരളീധരൻ്റെ ശത്രുക്കൾ അദ്ദേഹം തന്നെ വളർത്തിയിട്ടുണ്ടാവും. ഈ പുറത്ത് നമ്മൾ മീഡിയയിൽ പറയുന്നത് നോക്കണ്ട. മാത്രമല്ല മുരളീധരൻ്റെ കയ്യിരിപ്പ് മലയാളിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മുരളീധരനെ ഈ കാണുന്നത് മീഡിയയുടെ മുമ്പിൽ പെരുമാറുന്നൊന്നും അല്ലല്ലോ.
പിന്നെ മുരളീധരൻ ആലോചിച്ചും ചിന്താപൂർവവും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു അച്ഛൻ ചെയ്തിരുന്ന പോലെ ആശ്രിത വത്സരന്മാരുടെ വലിയൊരു വിഭാഗത്തെ ഒന്നും കൂടെ നിർത്തിയല്ലല്ലോ മുരളീധരൻ പോയത്. മുരളീധരൻ എന്നും ഒറ്റക്കാണല്ലോ, ഒറ്റയാൾ പോരാട്ടമാണല്ലോ. മുരളീധരൻ്റെ അജണ്ടയിൽ മുരളീധരനല്ലേ ഉള്ളൂ. ആ കുഴപ്പമൊന്നും. ഷാഫി വന്നപ്പോൾ അതൊക്കെ ഇല്ലാതായി. മുരളിയോട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുരളിക്ക് എതിരെ കോഴിക്കോട്ട് ഉള്ളത് മുഴുവൻ വടകരയിലുണ്ട്. അപ്പോൾ അതൊന്നും ഷാഫി വന്നപ്പോൾ ഇല്ലാതായി മുഴുവൻ പേര്. മാത്രമല്ല, അവർ ശ്രദ്ധിച്ചോന്നറിയില്ല, സമീപകാലത്ത് മലബാർ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്ന കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തൊട്ട് VM സുധീരൻ തൊട്ട് മലബാറിൽ സാറിന് അറിയുമെന്നറിയില്ല, ഞങ്ങളുടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഇപ്പോഴും സ്വന്തം അനുയായികളുള്ള ഒരു വലിയ കോൺഗ്രസ് നേതാവ് VM സുധീരനാണ്. സുധീരൻ വന്നാലേ കല്യാണം നടക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന കുറേ കോൺഗ്രസ് തറവാടുകൾ ഇപ്പോഴും ഉണ്ട്. മലപ്പുറത്ത് പോലും ഉണ്ട്. വലിയ പഴയ ദേശീയ മുസ്ലിങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം. അപ്പോൾ സുധീരൻ സജീവമാണ്, ഇദ്ദേഹം സജീവമാണ്, മുല്ലപ്പള്ളി സജീവമാണ്, ആരുമില്ല. അതുകൊണ്ട് ഷാഫി ഇപ്പോഴത്തെ റൗണ്ടിൽ ഇതുവരെയുള്ള ഒരു അവസ്ഥ വെച്ച് ഷാഫിയും വലിയ മുന്നേറ്റം നടത്തിയതാണ്. കോഴിക്കോട് രാഘവന്റെ കാര്യമോ? കോഴിക്കോട് രാഘവട്ടൻ വലിയ ബന്ധങ്ങളും ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷം ഇവരും തമ്മിൽ, ഇടതുപക്ഷം UDF LDF തമ്മിലുള്ള പ്രധാന വ്യത്യാസം സാറിന് അറിയായിരിക്കും. ഇവർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നാളെയും ജയിക്കേണ്ടവരാണ് ഞങ്ങളെന്നൊരു ബോധം അവർക്കുണ്ട്. ജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തും. വലിയ കാപട്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ ബന്ധം കീപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് MK രാഘവട്ടൻ അവിടെ അത്ര എളുപ്പമല്ല തോൽപ്പിക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ തൊഴിലാളി നേതാവ് എന്ന നിലയിൽ മുതലാളിമാർക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ പേരിൽ നേരത്തെ ഉള്ളതും മന്ത്രിയായിരുന്ന കാലത്ത് കാണിച്ചു കൂട്ടിയതും അന്നുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ ഒക്കെ ഇപ്പോൾ എളമരം കരീമിന് ആവശ്യത്തിലേറെ ശത്രുക്കൾ പണ്ടേ ഉണ്ട്. അവിടെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച നെഗറ്റീവ് വോട്ടുകളുണ്ട്. മലബാറിലിപ്പോൾ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ ജില്ലകളിൽ നിന്ന് കാസർഗോട്ടെ ഒരു സീറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കുന്നത്. ഈ കണ്ണൂരിൽ ശശിയുടെ കാര്യം പറഞ്ഞല്ലോ, മട്ടന്നൂരിൽ സ്ഥാനാർത്ഥി ആയേക്കാം എന്നുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഈ MV ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് TV രാജേഷ് വന്നല്ലോ. അപ്പോൾ പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല രാജേഷ്, മറ്റേ പിണറായി വിജയന് KK രാഗേഷോ P ശശിയോ ആയിരുന്നു സെക്രട്ടറിയാണ്. അപ്പോൾ പിണറായി വിജയന് കണ്ണൂർ മറ്റേ CPM രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ച വരുന്നുണ്ടോ? കണ്ണൂരിൽ പിണറായി വിജയന് പിടി അയഞ്ഞു പോകുന്നു എന്നൊരു വായന പൊതുവെ നടക്കുന്നുണ്ട്. പിണറായിയെ ഇപ്പം നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂരല്ല എന്നാണ് കേൾക്കുന്നത്. പാർട്ടിയിൽ കണ്ണൂർക്കാർക്കാണ് പിണറായിയോട്, കണ്ണൂരിലാണ് പിണറായി വിജയൻ സത്യത്തിൽ പിണറായിയെ ഈ എന്താണ് പറയുക, കേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ തട്ടിപ്പ് ഉപയോഗിച്ചിട്ട് പിണറായിയെ ബൂസ്റ്റ് ചെയ്തും കൊണ്ടുവന്ന് പിണറായി ദുരുപയോഗപ്പെടുത്തിയാണല്ലോ വന്നത്. അത് കണ്ണൂർ, ആ പാപം ചെയ്തത് കണ്ണൂരാണെങ്കിൽ പിണറായിക്ക് എതിരെയുള്ള ഏറ്റവും നല്ല ആരാണ്? EP ജയരാജൻ, ആരാണ് P ജയരാജൻ. രണ്ട് ജയരാജന്മാർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? MV ജയരാജൻ പിന്നെ എവിടെ നിന്നാലും കണക്കാണ്, അതിൽ വിശേഷമില്ല. ശൈല ടീച്ചർ യഥാർത്ഥത്തിൽ എവിടെയാണ്? ഈവൻ MV ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് എന്തിനാണ്? നമുക്കറിഞ്ഞൂടേത്. അപ്പോൾ കണ്ണൂർ പിണറായി വിജയൻ്റെ കൂടെ അല്ല എന്ന് വായിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഗോവിന്ദനും മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഗോവിന്ദൻ മാഷക്ക് പിന്നെ ഇവരെ പോലെ എന്ന് പറഞ്ഞാൽ ചേരി മാറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ അതെ, കൃത്യമായി ചേരി മാറിയത് അദ്ദേഹത്തിൻ്റെ നോക്കിലും വാക്കിലും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തിന് അത്രേ പറ്റുള്ളൂ, അത്രേ പറ്റുള്ളൂ. ദുർബലനാണല്ലോ അദ്ദേഹം. സൈദ്ധാന്തികൻ എന്നൊക്കെ വെറുതെ പറയും. ഒരു സിദ്ധാന്തവും ഇല്ല, ഒരു പ്രയോഗവും ഇല്ല, ഒരു നട്ടലും ഇല്ല, ഒരു നിലപാടും ഇല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കോഴിക്കോടിൻ്റെ സ്ഥിതി. ഇനി മലപ്പുറത്തേക്ക് വന്നാൽ അതിലെനിക്കൊരു ചോദ്യമുള്ളത്, ഈ CPM ലീഗിന് വേണ്ടാതെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടതായ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ അവിടെ. അതെ, എന്താണ് വല്ല ഗുണമുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗുണമില്ല. പിന്നെ മലപ്പുറത്തെ പൊളിറ്റിക്സ് CPM കൈകാര്യം ചെയ്യുന്ന രീതി സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരുപാട് ഇലക്ഷനുകളായിട്ട് കാണുന്നത് എന്നും സൗഹൃദ മത്സരമാണ് അവിടെ. CPM ഇന്നോളം ചരിത്രത്തിൽ വല്ലപ്പോഴും മുസ്ലിം ലീഗിനോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ടുണ്ട്. അത് TK ഹംസ ഒരിക്കൽ മാത്രം.
ഈ KPA മജീദിനെതിരായിട്ട് മത്സരിപ്പിച്ചു, ജയിച്ചല്ലോ. ജയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നിപ്പോൾ ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ എല്ലാ അന്തരീക്ഷവും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ സമസ്ത ഉൾപ്പെടെ ഇന്ന് അതേ അന്തരീക്ഷമൊക്കെ ഉണ്ട്. ആ അന്തരീക്ഷം ഉപയോഗിച്ചിട്ട് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ വേണമെങ്കിൽ പറ്റും. ഇപ്പം മലപ്പുറത്ത് നിന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ നേതാവ് പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തിയത് വിജയരാഘവനാണല്ലോ. എന്താ വിജയരാഘവൻ മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് നോക്കിയാൽ ചെയ്യാലോ. കാരണം ഈ പൊന്നാനിയിൽ മുമ്പ് കേളപ്പൻ മുതൽ വേറെ ആളുകളൊക്കെ ജയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ജയിച്ചിട്ടുണ്ട്. അല്ല ഇപ്പോഴും വരുന്നത് വരെ വേറെ ആളുകൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേണം എന്ന് വെച്ചാൽ ഒരു നല്ല മത്സരം സംഘടിപ്പിച്ചാൽ, മത്സരം നേർക്കുനേരെ കൊടുത്താൽ ലീഗിന് തലവേദന ഉണ്ടാക്കിയാൽ ജയിക്കാൻ പറ്റും. പക്ഷെ മുസ്ലിം ലീഗിനോട് CPM മലപ്പുറത്ത് എന്നും ചെയ്യാറുള്ളത് അവർക്ക് ഈസി ആയിട്ട് ജയിച്ചു പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അതിന് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും. ഒന്നിപ്പോൾ KS ഹംസയെ കൊണ്ടൊരു പക്ഷേ ഈ കേരളത്തിൽ തന്നെ ഇലക്ഷൻ നടത്താനുള്ള വലിയൊരു എമൗണ്ട് അദ്ദേഹം കൊടുക്കും. പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആവില്ല. ഇപ്പോൾ ഇലക്ഷൻ ഫണ്ടിലേക്ക് കാശ് വലിയ തോതിൽ കൊടുത്താൽ നാട്ടുകാരോട് പിരിക്കാതെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുക്കാതെ ഉപയോഗിക്കാതെ തന്നെ അത് തന്നെയല്ലേ ഇപ്പോൾ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയാം, അദ്ദേഹത്തിന് മതി. പക്ഷേ അതായത് റീസെൻ്റായിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളായതുകൊണ്ട് അത്രയേറെ വിരോധം, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയോടും പാണക്കാട് കുടുംബത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഓർമ്മയുണ്ടോ? ഒരു മൊയ്നലി തങ്ങളെ, ഹൈദരലി സിയാബ് തങ്ങളുടെ പുത്രൻ മൊയ്നലി തങ്ങളെ പിടിച്ച് പാണക്കാട് കുടുംബത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പേഴ്സണലായിട്ട് അറ്റാക്ക് നടത്തിയിട്ട് പാർട്ടിയെ കൂടെ നിർത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു. ഇതൊക്കെയാണല്ലോ KS ഹംസ. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് പ്രത്യേകിച്ചും മുസ്ലിം ലീഗുകാർ പൊറുക്കൂല എന്ന് മാത്രമല്ല, നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ നന്നായി സമദാനി മലപ്പുറത്തുകാർക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ്. സമദാനിയുടെ പൊളിറ്റിക്കൽ കരിയർ എന്താ വെച്ചാൽ രാജ്യസഭയിലല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എവിടെയും ഒരു ടേമിൽ കൂടുതൽ അദ്ദേഹത്തെ സഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായിരുന്നു, സ്വന്തം നിയമസഭാ മണ്ഡലമാണ് കോട്ടക്കൽ. ഒരു തവണയെ നിർത്തിയുള്ളൂ. ജനങ്ങൾ പറഞ്ഞു പിന്നെ ഈ വഴിക്ക് കണ്ടുപോകരുത്, സ്വന്തം നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മലപ്പുറം ലോക്സഭാ മണ്ഡലം ഒറ്റ തവണയെ നിർത്തിയുള്ളൂ. അവിടെ ജനങ്ങൾ തോൽപ്പിച്ചേക്കുന്നു കണ്ടപ്പോഴാണ് മാറ്റിയിട്ടത്. ഇപ്പൊ പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ നല്ലൊരു മത്സരം കാഴ്ചവെച്ചാൽ സമദാനിയെ തോൽപ്പിക്കണമെന്ന് പൊന്നാനിയിലെ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്, മതേതര മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര കപടനായ ഒരു മുസ്ലിം ലീഗ് നേതാവ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ തോൽപ്പിക്കാൻ പറ്റിയ ലീഗ് എടുത്തത് തന്നെ ഒരു വലിയ ലീഗുകാരനായിട്ടല്ലല്ലോ. അല്ലല്ല, എവിടെയെങ്കിലും പോകാതിരിക്കാൻ അതിന് അത്രയുള്ളൂ. മാത്രമല്ല വലിയൊരു അവർ ഈ നാവിനെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. വേറൊരു ക്വാളിറ്റി ഇല്ലല്ലോ, ധാർമ്മികമായ ക്വാളിറ്റീസ് ഇല്ല. അറിയാലോ, അഴിമതി എല്ലാം തികഞ്ഞ ഒരാളാണ്. വേറൊരു ചോദ്യമുണ്ട്. ഈ ഹുസൈൻ മടവൂരിനെ ശാസിച്ചല്ലോ പിണറായി വിജയൻ ആ തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ പരസ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് സുപ്രഭാതത്തിൽ ഒരു മുഖപ്രസംഗം വന്നു പിണറായി വിജയനെതിരെ. സംഘി ചമയാണ്, ഫാസിസാണ് പിണറായി വിജയൻ കാണിക്കുന്നത്, പൂഞ്ഞാറിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രഭാതത്തിൽ മുഖപ്രസംഗം വന്നു. അപ്പോൾ സമസ്ത ഇടഞ്ഞ പോലൊരു തോന്നൽ CPMനോട് വന്നു. അങ്ങനെ ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമോ? ഉണ്ട്. കാരണം സമസ്ത നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണത്. സമസ്തക്കകത്ത് ചെറിയ തോതിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ അതിനകത്ത് അടങ്ങുകയും ചെയ്യും. സമസ്ത ആത്യന്തികമായി മുസ്ലിം ലീഗിനെതിരായിട്ടും ഒരു ഇലക്ഷൻ പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നവരല്ല, ഒരു കാലത്തും പോയിട്ടില്ല, ഇനി പോവുകയില്ല. അതുകൊണ്ട് സമസ്തയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല പ്രത്യേകിച്ച്. പിന്നെ പിണറായിയുടെ പലതരത്തിലുള്ള നടപടികൾ, ഇപ്പോൾ ഈ ഇഷ്യൂലൊക്കെ തന്നെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. CAA സമരം നടന്നു. CAA ഞാൻ നടപ്പാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ CAA കാലത്ത് ഇയാളെടുത്ത കേസുകൾ മുഴുവൻ നിലനിൽക്കല്ലേ. ചെറിയൊരു ശതമാനം കേസേ അന്ന് വിട്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ നിലനിൽക്കുകയാണ്. ആ ചോദ്യങ്ങളൊക്കെ അവിടെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിണറായിയെ ആളുകൾ അതാണ് പിണറായിയോട് കൂട്ടുകൂടി അധികാരത്തിലെത്തിക്കളയാമെന്ന് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരൊക്കെ പ്രതീക്ഷിക്കുമ്പോഴും പിണറായിയെ വ്യക്തിപരമായി സംശയത്തോടെ കാണുന്നവരാണ് സമസ്തയും മുസ്ലിം അണികളും. CAA കാര്യത്തിലുള്ള ഈ ഇരട്ടത്താപ്പ് പിണറായി വിജയൻ്റെ ഒരു ഭാഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 2019 മുതൽ ഡിറ്റൻഷൻ സെൻറ്റേഴ്സും ഒക്കെ. അപ്പോൾ ഞങ്ങൾ അതിവിടെ നടപ്പാക്കില്ല എന്ന് പിണറായി പറയുന്നത് മുസ്ലിം ജനത വിശ്വസിക്കുന്നുമില്ല, വിശ്വാസത്തിലെടുക്കുകയില്ല. ആളുകൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ വേറൊരു സൗകര്യം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് പഴയ പോലെ അല്ലല്ലോ.
ഇതൊക്കെ ഇപ്പോൾ പിണറായി പറയാതെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് നേരത്തെ അറിയുന്നുണ്ടല്ലോ. വളരെ ഫോർവേഡാണ് കേട്ടോ മലപ്പുറത്തുകാരിപ്പോൾ. വിദ്യാഭ്യാസം കൊണ്ട് പെൺകുട്ടികൾ പോലും കൃത്യമായിട്ട് പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പഴയ പണ്ട് അങ്ങനെയല്ല, വാപ്പാൻ അല്ലെങ്കിൽ വല്യപ്പ കോണിക്കങ്ങോട്ട് കുത്താൻ തീരുമാനിച്ചാൽ കുത്തൂല കുട്ടികൾ അവനവൻ്റെ നിലപാടെടുക്കും, കാര്യങ്ങൾ ചോദ്യം ചെയ്യും. അവരിതൊക്കെ കാണുന്നുണ്ട്. പത്രം പോലും വായിക്കാത്ത രക്ഷിതാക്കളായിരുന്ന കാലമല്ല. ഇപ്പോൾ ഇവരുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് മീഡിയ ഉണ്ട്, നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്ത് ഒരു നല്ല ഇലക്ഷൻ ഇപ്പം എന്താ ചെയ്തത്, ആ വസീഫ് എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. ഇവർക്കൊക്കെ ഈ പുതിയ രാഷ്ട്രീയ SFIക്കാർക്കും DYFIക്കാർക്കും ഒക്കെ രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സ്ഥലം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ആരാ മത്സരിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ ഓർമ്മയിൽ 4 തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മത്സരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണിയിൽ 4 ആൾ തികച്ചില്ലാത്ത RSP എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ 4 ആളില്ലാത്ത പാർട്ടിക്ക് അവർക്കാ കൊടുക്കുക സീറ്റ്. ആർക്കും വേണ്ട. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി ജയിച്ചുകൊണ്ടേയിരുന്നു. കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി നിന്നത് കെട്ടി ജില്ലയിൽ മാത്രമാണ്, നിന്നപ്പോൾ ജയിച്ചു. മലപ്പുറത്ത് TK ഹംസ ഒരു സ്ഥാനാർത്ഥി, അതുവരെ ആരാടുക? ഈ കൊച്ചു ഇപ്പോൾ CH ആഷിഖ്, അത് SFIക്കാരെങ്കിലും കൊണ്ടിടും. ഇപ്പോൾ കണ്ടില്ലേ വസീഫ്, അതിനു മുമ്പ് സാനു. SFIക്കാർക്ക് പാർലമെന്ററി പൊളിറ്റിക്സ് പഠിക്കാനുള്ള ഒരു കാളപൂട്ട് വെച്ചാൽ ഇലക്ഷനെ ഇവർ നേരിടുന്നില്ല. മലപ്പുറം വയനാടിനെ പറ്റി എന്തെങ്കിലും സവിശേഷമായിട്ട് പറയാനുണ്ടോ ഈ രാഹുൽ? അല്ല, രാഹുൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നൊരു ഓളമൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, വയനാട്ടിൽ നിന്നുള്ളൊരു ചിത്രം അതാണ്. രാഹുൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരിവേഷത്തോടെയാണ് വന്നത്. ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം എന്ന ഒരു ഓളം തെറ്റിദ്ധരിച്ചതായാലും ആ ഓളം കേരളം മുഴുവൻ കിട്ടിയിട്ടുണ്ട് UDF-ന്. ആ ആനുകൂല്യം ഇത്തവണ ഇല്ല. ഇപ്പോൾ ഒരു MP മാത്രമാണ്, ജയിച്ചു പോകും. പക്ഷേ അവർ ഇപ്പോഴും 2 കാര്യം കൊണ്ട് അദ്ദേഹം നമ്മൾ ദേശാടന പക്ഷി എന്നൊക്കെ കളിയാക്കിയാലും മണ്ഡലം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളോട് വളരെ നന്നായി പെരുമാറുന്നു അദ്ദേഹം. പുതിയ തലമുറക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അമ്മമാർക്കും കുട്ടികൾക്കും. ഈ TP ചന്ദ്രശേഖരൻ ഘടകം വടകരയിൽ ഈ വടകര കൃത്യമായിട്ട് ബാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ആ കോടതി വിധി വരികയും TP ചന്ദ്രശേഖരൻ്റെ ചോര വീണ്ടും സജീവമായി വരികയും ചെയ്യുകയാണ്. അതുകൊണ്ടിപ്പോൾ ഞാനത് ആവർത്തിച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ശൈലജ ടീച്ചറല്ല, ശൈലജ ടീച്ചറേക്കാൾ പുണ്യപ്പെട്ട ആരെങ്കിലും കൊണ്ടുപോയി നിർത്തിയാലും ചന്ദ്രശേഖരൻ്റെ ചോര. കാരണം CPM-ലെ അണികൾക്ക് ഇന്നും ദഹിച്ചിട്ടില്ല. CPM-ൻ്റെ അണികൾക്ക് RSP ഒക്കെ മറ്റേതൊക്കെ RMP ഒക്കെ വിട്ടോളൂ, CPM-ൻ്റെ അണികൾക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. എന്തിനാണ് അവരുടെ ഒരു സഖാവിനെ അന്യായമായിട്ട് കൊന്നത്? അത് വടകര നിർണായകമാണ്. വയനാട്ടിലിപ്പോൾ CPI-യുടെ ദേശീയ നേതാവ് എന്നൊക്കെ പറഞ്ഞ് പാവം ആനി രാജയെ കൊണ്ട് പിന്നെ കുറേ വർഷമായിട്ട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അവരുടെ ഭർത്താവും. ആണല്ലേ? എന്തായാലും മത്സരിക്കുന്നു എന്ന് തന്നെ കൂട്ടിയാൽ മതി. 2 ദേശീയ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, അങ്ങനെ പറയാലോ. രാഹുൽ ഗാന്ധിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും വയനാട്ടിലില്ല. രാഹുൽ ഗാന്ധി ജയിക്കും. അവസാനമായിട്ടൊരു ചോദ്യം, കാസർഗോഡ് ഈ ബാലകൃഷ്ണൻ തോൽക്കുമെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? വീണ്ടും ഉണ്ണിത്താൻ ജയിക്കുമെങ്കിൽ? കാരണം ഈ 0 സീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. 0 സീറ്റ് എന്ന് നമ്മുടെ എക്സിറ്റ് പോൾ സർവേകൾ വരുന്നുണ്ട് അല്ലേ? കാസർഗോഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോറ്റാൽ എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ, നമ്മൾ കേട്ടൊരു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹത്തിൻ്റെ വായാടിത്തവും പൊതുവേ എനിക്കൊക്കെ ഒരു അനിഷ്ടം തോന്നിയിട്ടുള്ള ഒരാളാണ് രാജ്മോഹൻ്റെ. പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ചെന്നിറങ്ങിയതിന് ശേഷം വേറൊരാളാണ്. അവിടുത്തുകാരിലൊരാളാവാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറിയൊക്കെ മാറ്റിയല്ലോ, എല്ലാം മാറ്റിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ മാറാമോ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. കാസർഗോട്ടുകാർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാലവും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഈ 2 പുതിയ പൊളിറ്റിക്സിൽ കോൺഗ്രസ്സിലുള്ള വിശ്വാസക്കുറവും, ഇടതുപക്ഷം ജയിച്ചാൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിനും കൂടി അങ്ങോട്ട് പോകാനുള്ളൊരു സാധ്യതയൊക്കെ വെച്ച് മുസ്ലിം ലീഗ് ഫാക്ടർ കാസർഗോഡ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. ബാലകൃഷ്ണൻ എന്ന സഖാവിൻ്റെ ശുദ്ധത മറ്റൊരു ഘടകമാണ്. ഈ 2 ഘടകങ്ങളും സജീവം അത്രയേറെയൊന്നും AC ഇല്ലെങ്കിൽ അവിടെ സാമുദായിക വോട്ടുകൾ വലിയ സാമുദായിക വോട്ടുകൾ വളരെ കമ്മ്യൂണലാണ് സാർ. അവിടുത്തെ ഇപ്പോൾ കാസർഗോട്ടെ സാറിന് അറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം വർഗീയതയുടെ സ്വഭാവം എന്താ വെച്ചാൽ മലപ്പുറം ഒരു സെൻട്രൽ പോയിന്റാണ്. മലപ്പുറത്ത് നിന്ന് വടക്കോട്ട് പോകുമ്പോൾ വർഗീയത കൂടുതലാണ്, തെക്കോട്ട് വന്നാലും വർഗീയത കൂടുതലാണ്. മലപ്പുറത്തുകാരാണ് താരതമ്യേന ഒരു മിതവാദികൾ. എന്ത് കാരണം കൊണ്ടായാലും മനുഷ്യനോട് പരസ്യമായി വർഗീയത പ്രകടിപ്പിക്കാൻ
മടികൾ അനുഭവങ്ങളിൽ നിന്നും കൂടി പഠിച്ചതാണ് കേട്ടോ. 21-ൻ്റെ ഒരു പാഠം കൂടിയാണ്, അതെ 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 അതെ. കൂടിയാണ്. അപ്പോൾ 0 ആകും എന്ന് കേൾക്കുന്നത് ഞങ്ങൾ മലബാറുകാർക്ക് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആവാതിരിക്കുന്നതാണ് അവിടുത്തെ ഒരു ബാലൻസിങ്ങിനൊക്കെ, പൊളിറ്റിക്കൽ ബാലൻസിങ്ങിനൊക്കെ നല്ലത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.